വെറുതെ അല്ല കണ്ണൂരിലെ താഴ്ചവയിൽ തട്ടുകടയിൽ ഇപ്പോൾ ആൾക്കാർ പോകുന്നില്ല, അതെല്ലാം പൂട്ടിപ്പോകുന്നത്. വേറെ ഒന്നും അല്ല, ഇന്നലെ രാത്രി ഞാൻ താഴ്ചവയിൽ തട്ടുകടയിൽ പോയി. രാത്രി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞാലാണ് ഞാൻ പോയത്. അപ്പോൾ വലിയ ആൾക്കാരോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആ 1-2 ആൾക്കാർ ആ ഒരു ലെവലിൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഒരു 5-6 തട്ടുകട കാണും, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. താഴ്ചയിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് തട്ടുകടകൾ തുറക്കുന്നുണ്ട്, അവിടെ പുതുതായിട്ട് തുറക്കുന്നുണ്ട്, പൂട്ടിപ്പോകുന്നുണ്ട്, എല്ലാ ദിവസവും എല്ലാം തുറക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. അത് ആ ഒരു റൂട്ടിലെല്ലാം ആ നാട്ടുകാർക്ക് അത് ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. പലതും തുറന്നു കഴിഞ്ഞിട്ട് പലതും പൂട്ടിപ്പോകുന്നു, തോന്നുമ്പോൾ തുറക്കുന്നു, പിന്നെ കുറേ കഴിയുമ്പോൾ അവിടെ എന്താ പറയുക പിന്നെയും കെട്ടിപ്പൊക്കിയിട്ട് വേറെ ടീം വന്നിട്ട് അല്ലെങ്കിൽ ആ ടീം തന്നെ പൊക്കി കൊണ്ടുവരുന്നത്. അത് കുറച്ച് നാളെ നിൽക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ആൾക്കാരൊക്കെ വിളിച്ച് കയറ്റുന്ന ഒരു അവസ്ഥയാണ്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, അതായത് നല്ല തിരക്കായിരുന്നു. അവിടെ ആകെ ഒരു 3-4 തട്ടുകടേ ഉണ്ടായിട്ടുള്ളൂ, 3 ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു, വിളിച്ചു കയറേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, കുറച്ച് കൊല്ലം മുന്നെയാണ്. പക്ഷേങ്കിൽ ഇപ്പം തട്ടുകട ഒരുപാടുണ്ട്, പക്ഷേ ആൾക്കാരെ വിളിച്ചു തരുന്ന എല്ലാ തട്ടുകടയിലും കാലി എന്ന് പറഞ്ഞൊരവസ്ഥയാണ് അധിക സമയത്തും. നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കി കാണാൻ പറ്റുമോ? ഈ വീഡിയോ ഞാൻ ഏകദേശം എടുത്തത് 7:30 പിറ്റേ അതുവഴി വരുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പിൽ അവിടെ കണ്ട ഒരു തട്ടുകടയിൽ കയറി. ഒരു തട്ടുകടയിൽ കയറാൻ നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് അടുത്ത തട്ടുകടയിൽ കയറി. എൻ്റെ അവിടെ എന്താ ഉള്ളതെന്ന് നോക്കുമ്പോൾ വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് വിശപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ എന്താണെന്ന് വെച്ചാൽ പുട്ടും മുട്ടയും കൂടിയിട്ട് കഴിച്ചു. കഴിക്കുമ്പോൾ തന്നെ അവിടുത്തെ സാധാരണ എന്താ പറയുക, എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ഫോണിൽ ചാർജൊന്നുമില്ല, പിന്നെ വെറുതെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല, ഒന്നും ഞാൻ ചെയ്യാൻ നിന്നിട്ടൊന്നുമില്ല. ഒന്നും പറയണത് ഞാൻ മതി, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് വരാൻ നോക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്നതല്ലേ. ഞാൻ അയാളോട് ബില്ല് കൊടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ചേട്ടൻ പോരാ, പിട്ടുമുട്ടിയോ അത്ര പോരാലോ ഏട്ടാന്നുള്ളതിൽ ഞാൻ ജസ്റ്റ് പൈസ കൊടുത്തിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ പറയുന്നത് ഭയങ്കര പുച്ഛം. അപ്പോൾ എന്താ വെച്ചാൽ പിട്ടുമുട്ടൊക്കെ 60 റുപ്യാണ്. അപ്പോൾ 60 റുപ്യ എന്ന് പറഞ്ഞാൽ പുച്ഛം. അപ്പോൾ പിട്ടുമുട്ടൊക്കെ ടേസ്റ്റ് ഇല്ല എന്നുള്ള ആ രീതിയിലുള്ള, അതായത് 60 റുപ്യേൻ്റെ സാധനമല്ല. അതിന് നമ്മളൊരു അഭിപ്രായം പറഞ്ഞതിന് നമ്മൾ 10 റുപ്യേന് ഒരു കടി മേടിച്ചാലും നമ്മൾ പല ഹോട്ടലിലും പോയി നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, കട ഷോപ്പിലൊക്കെ ഇപ്പം ചെറിയ ചേച്ചിമാരൊക്കെ എണ്ണക്കടികൾ മാത്രം എങ്ങനെയുണ്ട് മോനെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതായത് 60 റുപ്യേൻ്റെ സാധനം ആയിക്കോട്ടെ, 5 റുപ്യേൻ്റെ സാധനം ആയിക്കോട്ടെ, അത് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ അതൊന്നും മാനിക്കുക. പുച്ഛം, 60 റുപ്യേൻ്റെ സാധനമല്ലേ, അത് തീരെ എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയാണെന്ന് പറഞ്ഞു. കാരണം ഒന്നും ഒരു മൂടൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ മനസ്സിലായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ഇവന്മാരും ഇങ്ങനത്തെ ഫുഡും ആയത്. കാരണം നമ്മളിപ്പോൾ ഒരു പുട്ടും മുട്ടയാണ് മിക്സ് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ണൂർ കാര്യങ്ങളൊക്കെ അറിയാം. കണ്ണൂർ തട്ടുകടയിലെ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പല തട്ടുകടയിലും കിട്ടുന്ന മിക്സ് എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര മിക്സാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ താഴ്ച പോവാ, നമ്മളൊക്കെ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ അധികം പോയിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ആൾക്കാർ അധികം പോക്കില്ല. കാരണം ഇവന്മാർ നല്ല പൈസ മേടിക്കുകയും ചെയ്യുന്നുണ്ട്, ഫുഡും പോരാ, വൃത്തിയും ഇല്ലാത്തത് പല സ്ഥലങ്ങളും. എന്നിട്ട് എന്താക്കുന്നത്, ഹോട്ടലിൽ ഇരുന്ന് നല്ല സൗകര്യത്തിലൂടെ ഇരുന്ന് കഴിക്കുന്ന ഹോട്ടലിനും കാട്ടും കൊണ്ട് പൈസയും പണിയുന്നു. പിന്നെ ഇതിന് അങ്ങോട്ടേക്ക് പോകുന്നത് അതിനകത്ത് നല്ല ഹോട്ടൽ വേറെയുണ്ട്, നല്ല ഇതല്ല ബൈപ്പാസ് അല്ലേ. അപ്പോൾ ബസ് നിർത്തി പോകുന്ന ആൾക്കാർ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവന്മാരാണ് കയറുന്നത്. അല്ലാണ്ട് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവന്മാരുടെ സ്വഭാവം, ഇവന്മാരുടെ ഫുഡും ഇപ്പം അങ്ങനെയാണ്.